ഹലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബോർണിയോ സ്കീമാറ്റിക് ടൂളിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞത് ഇവിടെ കാണാം, ഇടതുഭാഗത്ത് ഹാർഡ്വെയർ സൊല്യൂഷനിൽ ഓൺ ഓഫ് സ്വിച്ച്, അതുപോലെ തന്നെ വോളിയം സ്വിച്ച് എന്നതിൻ്റെ വേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഡയോഡ് വാല്യൂ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാല്യൂ അല്ലെങ്കിൽ GR വാല്യൂ എന്നൊക്കെ പറയും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത നമുക്ക് എൻ്റെ അത് കാണുന്നത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്ക് SPKR ആ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിനകത്ത് അതിൻ്റെ പിക്ചർ കാണാൻ പറ്റും. അതുപോലെ തന്നെ മൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന മൈക്രോഫോണിനെ ഉദ്ദേശിച്ചാണ്. അതായത് ശബ്ദം പിടിച്ചെടുക്കുകയും അത് പ്രോസസ്സ് ചെയ്ത് മാറ്റുകയും അടുത്ത ഭാഗത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് മൈക്ക് എന്ന് പറയുന്നത്, മൈക്രോഫോൺ. പിന്നെ SPK എന്ന് പറയുന്നത് സ്പീക്കറാണ്. അതായത് നമ്മൾ റിങ്ങർ എന്ന് പറയും, റിങ്ങർ സ്പീക്കർ. ഇതാണ് SPK എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇയറാണ്. ഇയർ എന്ന് പറയുന്നത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ചെവിയോട് ചേർത്ത് വെക്കുമ്പോൾ അവിടെ ഒരു സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇയർ അല്ലെങ്കിൽ ഇയർ സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഈ പിക്ചർ നമുക്ക് വലുതാക്കുമ്പോൾ നമുക്ക് താഴത്തെ കണക്ടർ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതിൽ നമുക്ക് ആദ്യം മൈക്ക് എന്ന ഭാഗം എടുക്കാം. മൈക്കിൻ്റെ 2 കണക്ഷനാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. 2 കളറിൽ നമുക്ക് മൈക്കിൻ്റെ കണക്ഷൻ ഇവിടെ മുകളിലോട്ടേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതിങ്ങനെ 2 കണക്ഷനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. മൈക്ക് ബയാസ് 1, അതുപോലെ തന്നെ മെയിൻ മൈക്ക് പോസിറ്റീവ്. അപ്പോൾ ആ 2 ഭാഗങ്ങളാണ്, ആ 2 കണക്ഷനാണ് നമുക്ക് ഈ IC-യിലേക്കാണ് ആ കണക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഈ മെയിൻ മൈക്ക് പോസിറ്റീവ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു കമ്പോണൻറ്റ് വഴി കടന്നു വന്ന് IC-യിലേക്ക് കടന്നു വന്ന് കാണാൻ പറ്റും. അപ്പോൾ മൈക്കിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ താഴത്തെ ബോർഡിൽ, അതായത് സബ് ബോർഡിലും അതുപോലെ തന്നെ സ്ട്രിപ്പിലും കംപ്ലൈൻ്റ് ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ലൈനാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് താഴത്തെ ഈ 2 പോയിന്റ് ഇത് നേരെ വന്ന് അതിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ഈ IC-യിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് ഈ കമ്പോണൻറ്റ് വഴിയാണ് IC-യിലേക്ക് വരുന്നത്. അപ്പോൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇത് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോണുകളിൽ 2 മൈക്ക് ഉണ്ട്. ഒന്ന് പ്രൈമറി മൈക്ക് എന്ന് പറയും, 2 സെക്കൻഡറി മൈക്ക് എന്ന് പറയും. അതുപോലെ തന്നെ ഇത് നേരെ ഇതേ കളറിൽ തന്നെ നമുക്ക് വേറൊരു ലൈനും കൂടി മുകളിലോട്ടേക്ക് പോകുന്ന കാണാൻ പറ്റും. അതായത് ഫോണിൻ്റെ മുകൾ ഭാഗമുള്ള സെക്കൻഡറി മൈക്കാണിത്. ആ മൈക്ക് അതിൻ്റെ പേര് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മൈക്ക് ബയാസ് 1, മൈക്ക് ബയാസ്, മൈക്ക് 2 എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് 2 കണക്ഷനും ഇതിൻ്റെ ഈ IC-യിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ മൈക്ക് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ താഴത്തെ സബ് ബോർഡും അതുപോലെ തന്നെ സ്ട്രിപ്പൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടും മൈക്കിൻ്റെ സൗണ്ട് വരുന്നില്ല എങ്കിൽ നമ്മൾ ഈ ലൈനാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മൾട്ടിമീറ്റർ കൊണ്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് SPK, അതായത് സ്പീക്കർ, അതായത് റിങ്ങർ. നമുക്ക് റിങ്ങർ കിട്ടുന്നില്ല എങ്കിൽ താഴത്തെ ഭാഗമൊക്കെ ശരിയാക്കി, അതായത് സബ് ബോർഡിലെ ഭാഗങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ, സ്ട്രിപ്പും ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഭാഗത്തിലാണ്. അതായത് ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും SPK ഔട്ട് P, SPK ഔട്ട് N എന്ന് എഴുതിയിട്ട് കാണാൻ പറ്റും. അതായത് സ്പീക്കറിലേക്ക് പോകുന്ന പോസിറ്റീവ് ലൈനും സ്പീക്കറിലേക്ക് പോകുന്ന നെഗറ്റീവ് ലൈനുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് ഇങ്ങോട്ടേക്ക് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ പേര് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ 2 ഇൻഡക്ടർ നമുക്ക് കാണാം. ഈ ഇൻഡക്ടർ വഴിയാണ് IC-യിലേക്ക് പോകുന്നത്. ഇൻഡക്ടർ വഴി ഇവിടെ സ്പീക്കർ ഔട്ട് N, സ്പീക്കർ ഔട്ട്
പി ഈ ഐ സിയിലേക്ക് കയറുന്ന കാണാൻ പറ്റും. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ രണ്ട് കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡിലൂടെയാണ് ഇത് ആ ഐ സിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ താഴത്തെ സബ് ബോർഡിലുള്ള മിക്കവാറും ഭൂരിഭാഗം ഫോണുകളുടെയും താഴെ സബ് ബോർഡിലാണ് അതിൻ്റെ സ്പീക്കറിൻ്റെ സ്ഥാനം വരുന്നത്. എല്ലാത്തിൻ്റെയും അല്ല, ചിലതിൻ്റെ മാറ്റമുണ്ട്. പക്ഷേ കൂടുതലായിട്ട് നമുക്ക് താഴെ ആണ് അതിൻ്റെ റിങ്ങറിൻ്റെ ഭാഗം കാണാൻ പറ്റുക. അപ്പോൾ അവിടെ റിങ്ങറിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ചെക്ക് ചെയ്തു, അതുപോലെ തന്നെ അത് അവിടെ നിന്ന് മുകളിലേക്ക് വരുന്ന സ്ട്രിപ്പ് ചെക്ക് ചെയ്തു, അതൊക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ലൈനിലാണ്. ഈ ലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കണക്ടറിൽ നിന്ന് നമുക്ക് ഈ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്ന ഭാഗം വളരെ വ്യക്തമായിട്ട് കാണാം. ഇവിടെ വന്ന് ഈ രണ്ട് ഇൻഡക്ടറിലൂടെ കടന്ന് ഈ ഇൻഡക്ടർ എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ നമുക്ക് സ്പീക്കറിൻ്റെ ശബ്ദം അല്ലെങ്കിൽ റിങ്ങറിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല, ആ ലൈൻ അവിടെ എത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ, അത് നേരെ ഈ ഐസിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പീക്കർ കംപ്ലൈൻ്റ് ആണെങ്കിൽ റിങ്ങർ എന്ത് ചെയ്തിട്ടും വർക്കാകുന്നില്ലെങ്കിൽ നമ്മൾ ഈ രീതി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ആ ഓരോ കമ്പോണൻറ്റ് വഴി പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് വേഗം ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചത് പരിഹരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തത് ഇനിയുള്ളത് ഇയറാണ്. ഇയർ സ്പീക്കർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇയർ എൻ ആർ സി വി, ഇയർ പി ആർ സി വി. ആർ സി വി എന്ന് പറയുന്നത് റിസീവറാണ്. റിസീവറിൻ്റെ ഷോർട്ട് നെയിമാണ് ആർ സി വി എന്ന് ചുരുക്കത്തിൽ എഴുതുന്നതാണ്. അപ്പോൾ ആർ സി വി എന്നാണ് റിസീവർ. റിസീവറിന് നമ്മൾ പൊതുവായിട്ട് പറയുന്നത് ഇയർ സ്പീക്കർ എന്നാണ് പറയുക, പക്ഷേ അതിൻ്റെ ശരിക്കും പേര് റിസീവറാണ്. പക്ഷെ നമ്മൾ പൊതുവെ സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ഇയർ സ്പീക്കർ എന്ന് പറയും. അപ്പോൾ റിസീവർ എന്ന് പറഞ്ഞാൽ ഇയർ സ്പീക്കർ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് കളറുള്ള കണക്ഷൻ നമുക്ക് ഇവിടെ ഇതിലേ വന്ന് ഇവിടെ കുറേ കമ്പോണൻറ്റുകൾ വഴിയാണ് അത് കടന്നു പോകുന്നത്. രണ്ട് കപ്പാസിറ്ററുകളുണ്ട്, രണ്ട് ഇൻഡക്ടറുകളുണ്ട്. ആ ഇൻഡക്ടറുകളൊക്കെ കടന്നിട്ടാണ് നമുക്ക് ഇതിൻ്റെ രണ്ട് പോയിന്റിൽ ഇയർ സ്പീക്കറിൻ്റെ രണ്ട് പോയിന്റുകളിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് മൾട്ടിമീറ്റർ കൊണ്ട് ഇത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം. ആ ലൈൻ ഇവിടെ എത്തുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ രണ്ട് ഇൻഡക്ടറിൽ എത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ കപ്പാസിറ്ററിൽ എത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ഇയർ സ്പീക്കർ മാറ്റിയിട്ടും ഇയർ സ്പീക്കറിൽ സൗണ്ട് വരുന്നില്ല എങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ രണ്ട് പോയിന്റിലേക്ക് കണക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാനും നമുക്കത് എവിടെ നിന്നാണ് ഇത് ബ്രേക്ക് ആയിട്ടുള്ളത്, അത് കട്ടായിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ജമ്പർ കൊടുത്തിട്ട് അത് ശരിയാക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ മൂന്ന് ഭാഗങ്ങൾ, അതായത് മൈക്ക്, സ്പീക്കർ, റിങ്ങർ സ്പീക്കർ, അതുപോലെ തന്നെ ഇയർ സ്പീക്കർ, ഈ മൂന്ന് ഭാഗങ്ങളെ കുറിച്ചിട്ട് നമുക്കിവിടെ എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇതിൽ ഏകദേശം നമ്മൾ എക്യുറസി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമുക്ക് 100% പറയാൻ പറ്റില്ല, എന്നാലും 90-95% നമുക്ക് ഈ ബോർണിയോനെ വിശ്വസിക്കാൻ പറ്റുന്നതാണ്. കാരണം വളരെ ചെറിയ തെറ്റുകൾ ചില ബോർഡുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് 90-95% നമുക്ക് ഇതിനെ വിശ്വസിക്കാൻ പറ്റും. കാരണം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടൂളാണ് ബോർണിയോ സ്കീമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവരണത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും അതുപോലെ തന്നെ എന്താണ് സംശയം നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.